ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, മോളും ഉണ്ട്. അപ്പോൾ അനിയൻ്റെ വൈഫ് പറഞ്ഞു എന്നാൽ ചായക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് കായ്പോള ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കായ്പോളയുടെ റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അവളുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ അവളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം, അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പഴം ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെക്കും കായ്പോളയുടെ റെസിപ്പി. അപ്പോൾ ഇവള് നന്നായിട്ട് പാചകമൊക്കെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 5 കോഴിമുട്ടക്ക് ഒരു 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ മുൻപിൽ വരാനായിട്ട് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഫേസ് ഒന്നും കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുണ്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വല്പം പാലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ബാറ്ററൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മധുരമൊക്കെ നോക്കുക. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഒരു ഇത്തിരി പാലും കൂടെ സ്വല്പം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കറക്കി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഒരു ഫ്രൈ പാൻ ഇതേപോലെ ഫ്രൈ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ഈ പഴം കട്ട് ചെയ്തത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും അധികം ഫ്രൈ ഒന്നും ആക്കണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ആ മുട്ട അടിച്ച മുട്ടയിൽ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, പഴത്തിൻ്റെ മിക്സും മുട്ടയുടെ മിക്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ നല്ലോണം പതഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വരണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇനി അടുപ്പത്ത് ഇതേപോലെ ഒരു സോസ് പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കരുത്. അതിൻ്റെ ഇതേപോലെ തന്നെ നമുക്കൊരു പാത്രം, എന്തായാലും ഒരു മൂടി എന്തെങ്കിലും ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവളുടെ ഇതിൽ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ ഇതും ഈ പഴത്തിൻ്റെ കൂട്ടെല്ലാം കൂടെ ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് വന്നിട്ട് ഒരു കാ മണിക്കൂർ ഒന്ന് നോക്കിയിട്ട് ഇതേപോലെ കാഷ്യൂവും കിസ്മിസും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നടുക്ക് മാത്രമായിട്ട് അല്പം കൂടി വേവാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടലി ഒരു 20 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജിന് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. കുട്ടികളുടെ ഫോട്ടോയും അനിയൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇതെല്ലാം ഫോട്ടോ ഇങ്ങനെ കാണിച്ചതാണ് നിങ്ങളെ ഒന്ന്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന്. അപ്പോൾ വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ അല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടിഭാഗം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മേൽഭാഗം ഒന്നും കൂടി ഒന്ന്
സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കായ്പോളയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവളുടെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ വീട് പണിത് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇവരിങ്ങോട്ട് താമസം മാറിയിട്ട്, അപ്പോൾ ഇവരുടെ വീടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കുന്നത് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ പാൽ ചായയാണ്. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. ഞാനിത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവളുടെ കിച്ചണാണ് ഈ കാണുന്നത്. എല്ലാം നല്ല നീറ്റായിട്ടാണ് കേട്ടോ. ഇത് കുട്ടികളുടെ ഫോട്ടോയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സർപ്രൈസായിട്ട് ഉമ്മാക്കും, അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് അനിയന് കൊണ്ടുവന്ന കേക്കാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, 47ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടുപേരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സർപ്രൈസായിട്ടാണ് അവർക്ക് കൊടുത്തത് കേട്ടോ. രണ്ടുപേരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. 47 വർഷമായി. അപ്പോൾ അനിയനും ഇതേപോലെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണേന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിത്തെ ഫുഡിനുള്ള ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മട്ടൻ ബിരിയാണിയുടെ ഒരു മസാലയൊക്കെ ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ വൈഫ് കുറച്ച് റൈസ് എടുത്ത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഇത് ഉച്ചയ്ക്ക് വെച്ച മീൻകറിയാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ബിരിയാണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ റൈസും ഇതേപോലെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബിരിയാണിയായി. പിന്നെ ചോറ് ഉണ്ടായിരുന്നു, സാധാ ചോറുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കണേനും. നല്ല മത്തിക്കറിയാണ് കേട്ടോ. ഇത് നല്ല നാടൻ മത്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിയൊക്കെ. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ മത്തിക്കറിയും, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, വെറും ചോറ് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ബിരിയാണി, പൊറോട്ട ഇതെല്ലാമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്.